24 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗസയിലെ ഖാൻ യൂനിസ് നഗരം ഇസ്രയേൽ സേന വളഞ്ഞുവെന്ന വാർത്ത വരുന്നു. 2 കെട്ടിടങ്ങൾ തകർക്കാൻ ഇസ്രയേലി സേന തയ്യാറാക്കിയ സ്ഫോടക വസ്തുക്കളിൽ ഹമാസിൻ്റെ മിസൈൽ പതിച്ചു. 200 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. യെമനിൽ ഹൗത്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക, ബ്രിട്ടീഷ് സംയുക്ത ആക്രമണം ഉണ്ടായെന്ന വാർത്ത കൂടി വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. ഗുഡ് മോർണിംഗ്. ഹായ് ജെയിംസ്, പറയൂ. എസ് കെ എൻ, ഒരുപക്ഷെ ഇസ്രായേൽ യുദ്ധം തുടങ്ങി 3.5 മാസം തികയുമ്പോൾ ഇസ്രായേലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ അടി എന്ന് പറയുന്നത് ഇസ്രായേൽ സേനയുടെ 24 സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആശ്വാസ ജയം. ആൾക്കാർ കൊല്ലപ്പെടുന്ന അത്ര നല്ല കാര്യമല്ല, പക്ഷേ ഒരുപക്ഷെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അടിക്ക് തിരിച്ചടിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എസ് കെ എന് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ആണ് അത് സംഭവിച്ചത്. ഇസ്രായേലിൻ്റെ ടാങ്കുകൾക്ക് നേരെയാണ് ഹമാസിൻ്റെ മിസൈൽ പതിച്ചത്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. 2 ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കാൻ സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു ഇസ്രായേൽ സേന. അതിൽ ഒരുപാട് സൈനികരുണ്ടായിരുന്നു. അതിന് തൊട്ടാണ് ഇസ്രായേൽ ടാങ്കുകൾ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ ടാങ്കുകളിലും ആ സ്ഫോടക വസ്തുക്കളുടെ ഇടയിലും വന്ന് ഹമാസിൻ്റെ മിസൈൽ പതിച്ചു. അത് പൊട്ടിത്തെറിച്ച് 24 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഞെട്ടിക്കുന്നത്, അമ്പരപ്പിക്കുന്നത്. ഇതിനകം 200-ലേറെ സൈനികർ മാത്രമാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതാദ്യമായിട്ടാണ് 24 സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേലിന് പറയേണ്ടി വന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവുമാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ, 100-ലേറെ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലാണ് എസ് കെ. അപ്പോൾ ഈ തരത്തിൽ ഇത് ശക്തിയായിട്ട് തുടരുമ്പോഴും ഖാൻ യൂനിസ് എന്ന തെക്കൻ ഗസയിലെ ഏറ്റവും വലിയ നഗരം വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന. കാരണം അവർ കൂടുതൽ സൈനികരെ ആഡ് ചെയ്തിട്ട് ഈ ഒരു പ്രതികാര വാഞ്ചിയോട് കൂടിയിട്ട് ഈ നഗരം വളഞ്ഞിരിക്കുന്നു. ആ ആക്രമണത്തിൽ 200-ഓളം പാലസ്തീൻകാർ വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് 25,600-700-ലേക്ക് ഈ മരണസംഖ്യ, കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ സംഖ്യ കൂടിയിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ എസ് കെ എം ചെങ്കടലിലെ പോരാട്ടവും രൂക്ഷമാകുകയാണ്. ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലുകൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്തി. 8-ാമത്തെയോ 9-ാമത്തെയോ തവണയാണ് ആക്രമണം നടക്കുന്നത്. സൈനിക ശേഷിയും അവിടുത്തെ ആൻറ്റി ഷിപ്പ് മിസൈലുകളും തകർക്കുക എന്നാണ് ലക്ഷ്യം. എന്തായാലും 70-ലേറെ കേന്ദ്രങ്ങളിൽ, ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികളുടെ പിന്തുണ ഇറാൻ്റെയാണ്. ഇറാനും അമേരിക്കയുമായിട്ടുള്ളൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് സ്കെയിൻ. ഓക്കെ, താങ്ക് യു ജെയിംസ്. ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇറാഖിലുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്ന രീതിയിൽ വാർത്ത വരുന്നല്ലോ. എസ് കെ എൻ, യഥാർത്ഥത്തിൽ ഈ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നു, ഹൂതികൾ തിരിച്ച് അമേരിക്കൻ കപ്പലുകൾ ആക്രമിക്കുന്നു എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു രണ്ടാമത്തെ ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യുദ്ധമുഖം തുറക്കുന്നത് ഇറാഖിലാണ്. അതാണ് ഏറ്റവും വലിയ വിചിത്രമായിരിക്കുന്നത്. കാരണം ഏറ്റുമുട്ടുന്നത് അമേരിക്കയും ഇറാനുമാണ്, പക്ഷേ പോരാട്ടം നടക്കുന്നത് ഇറാഖിൻ്റെ മണ്ണിലാണ്. ഇറാഖ് ഒരുപാട് സഹിച്ചൊരു രാജ്യമാണ്. സദാം ഹുസൈൻ്റെ കാലം മുതലേ ഈ ഇറാഖിന് മേൽ അമേരിക്കയുടെ ആക്രമണം, IS-ൻ്റെ ആക്രമണം, IS-നെ നേരിടാൻ അമേരിക്ക വന്നിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ പോരാടുന്നത് ഇറാഖിൻ്റെ മണ്ണിലാണ്. കാരണം അവിടെ അമേരിക്കയുടെ സേനാത്താവളമുണ്ട്, 2500-ഓളം സൈനികരുണ്ട്. നേരത്തെ ഇറാഖി സർക്കാർ IS-നെ ഓടിക്കാൻ വേണ്ടി അനുവദിച്ചതാണ്. ഇപ്പോൾ ഇറാഖി സർക്കാർ തന്നെ പറയുന്നു അമേരിക്കയോട് പോയിക്കൊള്ളാം, പക്ഷേ അമേരിക്ക പോകുന്നില്ല. അവിടെ ഇറാന് വലിയ സ്വാധീനമുണ്ട് ഇറാഖിൽ. ഇറാൻ്റെ ഷിയ സംഘടനകൾ അവിടെയുണ്ട്. അവർ തീവ്രവാദി ഇതായിട്ടാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. അവർ അമേരിക്കയുടെ സേനാത്താവളത്തിൽ 2ാമതും ആക്രമണം നടത്തിയിരിക്കുന്നു 3 ദിവസത്തിനുള്ളിൽ. ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമേരിക്ക ഉടൻ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ്റെ ഷിയ കേന്ദ്രങ്ങൾ. അതും ഇറാഖിൽ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നു. അവിടെയും ഒരുപാട് പേർക്ക്, ചിലരൊക്കെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. മരണസംഖ്യ അറിവായിട്ടില്ല. അപ്പോൾ അമേരിക്കയും ഇറാനും ഒരു പ്രോക്സി വാർ എന്ന രീതിയിൽ അവർ തമ്മിൽ നടത്തുന്നത് ഇറാഖിലാണെന്ന് മാത്രം. അപ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധം രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഹൂതികൾ ഇറാൻ്റെ പിന്തുണയുള്ള കക്ഷികളാണ്. ഇപ്പോൾ ഇസ്രായേലുമായി യുദ്ധം നടത്തുന്ന ഹമാസ് ഇറാൻ്റെ പിന്തുണയുള്ള, ഇറാനാണ് ആയുധങ്ങളും സൈനിക സഹായവും നൽകുന്നത്. ഹെസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്, തിരിച്ച് ലെബനനിലും ആക്രമണം നടക്കുന്നുണ്ട്. സിറിയയിൽ, ഇപ്പോൾ ഇറാഖിൽ
എല്ലാം ഇറാൻ്റെ ഒരു ശക്തി പ്രകടനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. പകരം അതിനെ നേരിടാൻ അമേരിക്കയും ബ്രിട്ടനും രംഗത്തിറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ മേഖല മുഴുവൻ യുദ്ധസമാനമായ അവസ്ഥയിൽ എത്തിച്ചതിന് അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ പങ്കുണ്ട് എന്ന് വേണം കരുതാൻ. എസ് ജെയിംസ്, അതിനിടയിൽ ഒരു വാർത്ത കണ്ണൂരിൽ വരുന്നു. തളിപ്പറമ്പ് പൂവത്ത് ബസ് ഇടിച്ച് ഒരു കന്യാസ്ത്രീ മരിച്ചു. പൂവം സെൻറ് മേരീസ് കോൺവെൻറ്റിലെ കന്യാസ്ത്രീ തൃശ്ശൂർ സ്വദേശിനി സൗമ്യയാണ് മരിച്ചത്. 55 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പള്ളിയിലേക്ക് പോകാനായി റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. സങ്കടകരമായ വാർത്തയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ എത്ര അപകടങ്ങളുടെ വാർത്തയാണ് ഞാൻ വായിച്ചു തള്ളിയത്. പി ജെയിംസ് തുടരുന്നു. ജെയിംസ്, ശ്രീലങ്കയ്ക്ക് പിന്നാലെ ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിലേക്കും എത്തിയെന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇന്ത്യയുടെ രഹസ്യം ചോർത്തുകയാണോ ചൈനയുടെ ലക്ഷ്യം? SKN നേരത്തെ ശ്രീലങ്കയായിരുന്നു ഇന്ത്യക്ക് തലവേദനയായിരുന്നത്. കാരണം രാജപാക്സെമാർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വിട്ട് ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ മഹീന്ദ രാജപാക്സെ അവിടുത്തെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജപാക്സെ അവിടുത്തെ ഗോട്ടബയ രാജപാക്സെ, അവർ രണ്ടുപേരും മാറി മാറി പ്രസിഡന്റ് ആയിട്ടിരുന്നവരാണ്. അവർ ചൈനീസ് പക്ഷപാതികളായിരുന്നു. അവരവിടെ ഹമ്പൻതോട്ട അവിടുത്തെ തുറമുഖം വിട്ടുകൊടുത്തു ചൈനയ്ക്ക്. അവിടെ ചൈനീസ് ചാരക്കപ്പൽ വന്നതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ ശ്രീലങ്ക അനുവദിക്കുന്നില്ല ചൈനീസ് കപ്പലുകൾ വരാൻ. ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദക്ഷിണ ധ്രുവം വരെ എത്തി. അപ്പം നമ്മുടെ സ്പേസ് ടെക്നോളജി നടക്കുന്ന വിശാഖപട്ടണത്തെ ISRO അടക്കമുള്ള ശ്രീഹരിക്കോട്ട, തുമ്പ, ഇവിടെയൊക്കെ ഉള്ള രഹസ്യങ്ങൾ ചോർത്താൻ ശേഷിയുള്ള വലിയ റഡാറുകളും സിഗ്നലുകളുമായിട്ടാണ് ചൈനയുടെ ചാരക്കപ്പൽ ശ്രീലങ്കയിലെത്തിയത്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചുപോയി. ശ്രീലങ്കയെ ഇന്ത്യ വാൺ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ശ്രീലങ്ക അനുമതി നൽകുന്നില്ല. പക്ഷേ പുതിയ തലവേദന ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുമായിട്ട് വലിയ ശത്രുതയിൽ നിൽക്കുന്ന മാലദ്വീപിൻ്റെ പ്രസിഡന്റ് മൊയ്സു തന്നെ അനുമതി നൽകിയിരിക്കുന്നു ചൈനീസ് ചാരക്കപ്പലിന് വരാൻ. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 8 അത് മാലദ്വീപിലെത്തും. മാലദ്വീപ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ അടുത്ത് തന്നെ കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള, കർണാടക അടക്കമുള്ള തെക്കൻ ഇന്ത്യ മുഴുവൻ നിരീക്ഷിക്കാൻ കഴിവുള്ള യന്ത്രങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റഡാറുകളുമായിട്ടാണ് ചൈന വരുന്നത്. ഇന്ത്യക്കത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മാലദ്വീപ് വഴങ്ങുന്ന ലക്ഷണമില്ല. കാരണം ഇന്ത്യയുടെ ടൂറിസ്റ്റുകൾ അവിടേക്ക് നിർത്തിയിരിക്കുന്നു. 2 ലക്ഷം ടൂറിസ്റ്റുകളാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അതിന് പകരം ചൈനീസ് ടൂറിസ്റ്റുകളെ ക്ഷണിക്കുകയാണ്. മാലദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം ചൈന സന്ദർശിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തിയിരുന്നു. കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ദിന കരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ഇന്ത്യൻ സൈനികരെ മുഴുവൻ പുറത്താക്കുന്നു. ചൈനീസ് സൈനികരും ചൈനീസ് ചാരക്കപ്പലും വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഖനനത്തിന് വരുന്നു എന്നുള്ള രീതിയിലേക്കാണ് അവർ വരുന്നത്. പക്ഷേ അടിത്തട്ടിൽ സമുദ്ര പരിവേഷണം മാത്രമല്ല നടക്കാൻ പോകുന്നത്. ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കുള്ള മേധാവിത്വം തകർക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസങ്ങളൊക്കെ അത്യാവശ്യം ആശങ്കയുടേതാണ്. ഫെബ്രുവരി 8 ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിലെത്തുന്നത്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നാളെ കാണാം വിദേശ വാർത്തകളുമായി. പി ജെയിംസ് നാളെ വരും.